Good day, everyone. Today we will look into DNA fingerprinting. DNA fingerprinting is a technique which is used widely, mainly to distinguish between individuals of the same species using the DNA samples. ഈ പ്രോസസ്സ് ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തത് അലക് ജെഫ്രി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ആൻഡ് മെയിനായിട്ടും ഈ ടെക്നിക്ക് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സാമ്പിളിൽ നിന്ന് കിട്ടുന്ന DNA അതിൻ്റെ അനാലിസിസ് വഴി ആ DNA എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ ഒറിജിൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് അത് ആരുടെ DNA ആണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. അതാണ് മെയിൻലി DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വിരലുകളിലുള്ള ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആൾക്കാരെ തിരിച്ചറിയുന്നത് പോലെ ഇവിടെ നമ്മൾ DNA ലെവലിലാണ് ആൾക്കാരെ തിരിച്ചറിയുന്നത്. ആൻഡ് ദിസ് ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് വിൽ ബി ക്വൈറ്റ് യുണീക്ക് ടു എ പർട്ടിക്കുലർ പേഴ്സൺ. ഇനി അലക് ജെഫ്രി എന്നുള്ള പേര് നമ്മൾ ഓർത്തിരിക്കണം. മെയിൻ ആയിട്ടും DNA ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിംഗർ പ്രിന്റിംഗ് നടക്കുന്നത് രണ്ട് മെയിൻ മോളിക്കുലർ മാർക്കേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ്. ഒന്നിന് നമ്മൾ റിഫ്ലിപ്പ് അല്ലെങ്കിൽ RFLP എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് അല്ലെങ്കിൽ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ക്രോമസോമിൽ DNA തന്നെയുള്ള ചില റീജിയൻസ് ഉണ്ട്. അതിൻ്റെ സ്റ്റഡി യൂസിങ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഈ രണ്ട് മെക്കാനിസംസ് വഴിയാണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് പൊതുവെ ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ DNA ഫിംഗർ പ്രിന്റിംഗ് ഇസ് എ ടെക്നീക്ക് which is used to distinguish between individuals of the same species by using samples of the DNA. ഇതാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. 2 മേജർ മെക്കാനിസംസ് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ വൈഡ്ലി കോമൺലി യൂസ് ചെയ്യുന്നത്. അതിലൊന്ന് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം അല്ലെങ്കിൽ റിഫ്ലിപ്പ് അല്ലെങ്കിൽ RFLP എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു മോളിക്കുലർ മാർക്കറാണ്. രണ്ടാമത്തത് PCR സഹായത്തോടു കൂടി, അതായത് പോളിമറേസ് ചെയിൻ റിയാക്ഷന്റെ സഹായത്തോടു കൂടി ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് അല്ലെങ്കിൽ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സിന്റെ അനാലിസിസ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന ഫിംഗർ പ്രിന്റുകൾ. ഇതെങ്ങനെയൊക്കെയെന്ന് നമുക്ക് നോക്കാം. DNA ഫിംഗർ പ്രിന്റിംഗ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫിംഗർ പ്രിന്റിംഗ് എന്നുള്ളത് നമ്മൾ പൊതുവെ കേൾക്കുന്നത് എവിടെയെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൈം സൈറ്റിൽ ആരൊക്കെ വന്നു ആരൊക്കെ പോയി എന്നൊക്കെ നമ്മുടെ പോലീസ് ഇങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ട് നോക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഫിംഗർ പ്രിന്റ്സ് അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ക്രിമിനൽസ് ദാറ്റ് വി ആർ യൂസിങ് ദ DNA ഫിംഗർ പ്രിന്റ്സ്. അതിന് വേറെ ധാരാളം, അതൊരു ഭാഗമാണ് ഇതിൻ്റെ. ബട്ട് അത് കൂടാതെ വേറെയും ഒരുപാട് യൂസസ് DNA ഫിംഗർ പ്രിന്റിങ്ങിനുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിൽ DNA ഫിംഗർ പ്രിന്റിംഗ് തുടങ്ങിയ സമയത്ത് ദ മെയിൻ മെക്കാനിസം വിച്ച് വാസ് യൂസ് ടു ഐഡന്റിഫൈ പീപ്പിൾ യൂസിങ് ദ DNA സാമ്പിൾ കളക്റ്റഡ് വാസ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. ഇനി അതെന്താണ് എന്ന് പറയാം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ക്രൈം സൈറ്റിൽ നിന്ന് തന്നെ വിചാരിച്ചോളൂ. ക്രൈം സൈറ്റിൽ നിന്ന് നമുക്കൊരു DNA കിട്ടി. അത് സസ്പെക്റ്റിന്റെ ആണോ വിക്ടിമിന്റെ ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് DNA ഉപയോഗിച്ചുള്ള ഫിംഗർ പ്രിന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇപ്പോൾ ഒരു ബ്ലഡ് സാമ്പിളോ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കിൻ സാമ്പിളോ ഹെയർ സാമ്പിളോ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് ക്രൈം സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. ആ കിട്ടിയിട്ടുള്ള സാമ്പിളിൽ നിന്ന് നമ്മൾ ക്രോമസോമൽ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ആ DNA ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മുടെ മോളിക്കുലർ സിസേഴ്സ് ഉണ്ടല്ലോ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞ് നമ്മൾ RDNA പഠിച്ചതാണ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ DNA മോളിക്യൂളിനെ നമ്മൾ റെസ്ട്രിക്ഷൻ ഡൈജഷൻ അല്ലെങ്കിൽ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യും അല്ലെങ്കിൽ ക്ലീവ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കുറേ ഡിഫറെന്റ് DNA ഫ്രാഗ്മെന്റുകൾ കിട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെയാണോ ഈ റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ റെക്കഗ്നിഷൻ സൈറ്റ് ഉണ്ടായിരുന്നത് അവിടെ എല്ലാം പോയിട്ട് ഈ റെസ്ട്രിക്ഷൻ എൻസൈം നമ്മുടെ DNA കട്ട് ചെയ്യും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വേർ വാസ് ദ സൈറ്റ് ഇൻ ദ ക്രോമസോം,
നമുക്ക് കിട്ടുന്നത് ഒരു മൾട്ടിപ്പിൾ നമ്പർ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഓഫ് വേരിയിങ് സൈസസ് ആൻഡ് ലെങ്ത് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻ ഡൈജഷന് ശേഷം കിട്ടിയിട്ടുള്ള DNA ഫ്രാഗ്മെന്റുകളെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ജെൽ ഇലക്ട്രോഫോറസിസ് വഴി അതിനെ സൈസ് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബ്ലോട്ടിംഗ് പറഞ്ഞപ്പോൾ സദൺ ബ്ലോട്ടിംഗ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി DNA അതിന്റെ സയൻസിനനുസരിച്ചിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. നിങ്ങൾ ഇവിടെ പടം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. This is one example of how the DNA has been separated by gel electrophoresis using the size separation mechanism. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ വെല്ലിന്റെ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് DNA മാർക്കർ ആണ്. അത് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് DNA മാർക്കേഴ്സ്. DNA മാർക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ വെയിറ്റ് മാർക്കേഴ്സ്, DNA ലാഡേഴ്സ് എന്നൊക്കെ ഇതിനെ പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കാണുന്ന ഓരോ ബാൻഡിനും എത്രയാണ് ഇതിന്റെ ലെങ്ത് എന്നുള്ളത് നമുക്കറിയാം. എത്ര കിലോ ബേസസ് ആണ് അല്ലെങ്കിൽ എത്ര ബേസ് പെയർസ് ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ മോളിക്കുലർ വെയിറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും നേരത്തെ തന്നെ. അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാമായിരിക്കും. അപ്പൊ അത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ DNA ലാഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോഫോറസിസ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു മാർക്കറും കൂടി നമ്മൾ സൈഡിൽ ലോഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന എക്സ്പെരിമെന്റിൽ ഒരു സസ്പെക്റ്റിന്റെ സാമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. എവിഡൻസ് ആയിട്ട് കിട്ടിയത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ക്രൈം സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ വിക്ടിമിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സപ്പോസ് ദർ വാസ് അനദർ സസ്പെക്ട് ഓൾസോ, അവരുടെ നിന്ന് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തതിന്റെ DNA നമ്മൾ റെസ്ട്രിക്ഷൻ ഡൈജസ്റ്റ് ചെയ്തതാണ് നമ്മളിവിടെ സൈസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തിലാ സൈസ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്? ജെൽ ഇലക്ട്രോഫോറസിസിൽ. വൺസ് സൈസ് സെപ്പറേഷൻ ഹാസ് ബീൻ ഡൺ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ബ്ലോട്ടിംഗ്. നമ്മളിവിടെ എന്ത് ചെയ്യും? ഇനേർട്ട് ആയിട്ടുള്ള നൈലോൺ മെംബ്രെയിനിലേക്ക് നമ്മൾ ബ്ലോട്ട് ചെയ്യാണ്. സദൺ ബ്ലോട്ടിംഗ് ചെയ്തു. സദൺ ബ്ലോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബാൻഡുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വാട്ട് വി ഡു ഇസ് വി പ്രോബ്. അല്ലേ, നമ്മൾ അതും പഠിച്ചാണ്, ബ്ലോട്ടിംഗ് പഠിച്ചപ്പോൾ പഠിച്ചാണ്. റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള പ്രോബാണ് ഇവിടെ RFLPയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ഏതെങ്കിലും DNA പ്രോബുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ നൈട്രോസെല്ലുലോസ് മെംബ്രെയിനെ നമ്മൾ കുറച്ചേരം ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം വാഷ് ഒക്കെ ചെയ്ത് എക്സസ് ആയിട്ടുള്ള അൺബൗണ്ട് ആയിട്ടുള്ള പ്രോബുകളെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഈ സബ്ജക്റ്റ് ടു ഓട്ടോ റേഡിയോഗ്രാഫി ഓർ എക്സ്റേ ഫിലിം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഒരു പ്രിന്റ് കിട്ടും. ഓക്കെ, സോ വേർ യു ക്യാൻ സീ ദ ബാൻഡിങ് പാറ്റേൺസ്. ഈ ബാൻഡിങ് പാറ്റേൺസിനെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിക്ടിമിന്റെ ആയിരുന്നോ നമുക്ക് സൈറ്റിൽ നിന്ന് എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, അതോ ഏതെങ്കിലും സസ്പെക്റ്റിന്റെ ആയിരുന്നോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ വളരെ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ബാൻഡിങ് പാറ്റേൺ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. See, this is the victim's banding pattern. It is quite different from suspect 1, the evidence that you got from the crime site, and that of the suspect 2. അല്ലേ? അപ്പോൾ അത് വിക്ടിമിന്റെ അല്ല നമുക്ക് ഈ എവിഡൻസ് ആയിട്ട് സൈറ്റിൽ നിന്ന് കിട്ടിയത് എന്ന് മനസ്സിലാക്കാം. ഇനി ആരൊക്കെയാ രണ്ടുപേരുള്ളത്? സസ്പെക്ട് 1 ആൻഡ് സസ്പെക്ട് 2 ആണുള്ളത്. അല്ലേ? അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധാപൂർവ്വം നോക്കൂ. സസ്പെക്ട് 2 ആൻഡ് ദിസ് ഇസ് സസ്പെക്ട് 1. And this is the evidence that you got from the crime site. Just banding pattern ഒന്ന് നോക്കുകയാണെങ്കിൽ ആരുടെ ബാൻഡിങ് പാറ്റേണുമായിട്ടാണ് ഈ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ എവിഡൻസിന് സിമിലാരിറ്റി ഉള്ളത്? When we look very closely, we can see that suspect 1 in the banding pattern is very, very similar to that of the evidence that you got from the crime site. അപ്പൊ നമുക്ക് എന്ത് പറയാം? He could be a probable criminal. ഓക്കെ, അപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇയാളായിരുന്നു എന്നുള്ളത്. ബാക്കിയുള്ള സാഹചര്യ തെളിവുകളും കൂടി നോക്കിയിട്ടാണ് നമ്മൾ അയാളെ ക്രൈം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. ബട്ട് he can be a very strong suspect because his banding pattern, DNA banding pattern is matching with that of the sample that you got from the crime site. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോറൻസിക്സിൽ DNA ഫിംഗർപ്രിന്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സസ്പെക്ട് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.
So this is how we are using restriction fragment length polymorphism for DNA fingerprinting. അപ്പോൾ ഇവിടെ എങ്ങനെയായി വ്യത്യാസം വന്നേക്കുന്നത്? വേർ വാസ് എവിടെയൊക്കെ ആയിരുന്നു റെക്കഗ്നിഷൻ സൈറ്റുകൾ ഉണ്ടായിരുന്നത്, സ്പെസിഫിക് സൈറ്റ് ഫോർ ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ടു മേക്ക് കട്ട്സ്. അതിനനുസൃതമായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ലെങ്ത്തുകളിൽ DNA ഫ്രാഗ്മെന്റുകൾ കിട്ടും. എപ്പോഴാണ്? ആഫ്റ്റർ റെസ്ട്രിക്ഷൻ ഡൈജഷൻ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? ആദ്യം നമുക്ക് കിട്ടിയ സാമ്പിളിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്തു. ആ ഐസൊലേറ്റഡ് DNA നമ്മൾ റെസ്ട്രിക്ഷൻ ഡൈജഷൻ ചെയ്തു. എന്താണ് ഈ റെസ്ട്രിക്ഷൻ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്? It is a process by wherein we use restriction endonucleases to cleave or cut the DNA into smaller fragments. അങ്ങനെ കട്ട് ചെയ്ത DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ അഗാരോസ് ജെല്ലിൽ സൈസ് സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം അതിന് നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലോട്ട് ബ്ലോട്ട് ചെയ്തു. പിന്നെ റേഡിയോ ലേബിൾഡ് പ്രോബ്സ് കൊണ്ട് പ്രോബ് ചെയ്തു, ഹൈബ്രിഡൈസ് ചെയ്തു. അതിനുശേഷം ഓട്ടോ റേഡിയോഗ്രാഫിക്ക് സബ്ജക്ട് ചെയ്തുകൊണ്ട് we got the banding pattern. By reading or analyzing the banding pattern, we could find the solutions or answers to our question. Okay, so this is the basis of DNA fingerprinting, how it used to be done during the time of Alec Jeffrey. ഇനി നമ്മൾ നോക്കുന്നത്, പക്ഷേ ഈ RFLP ഉപയോഗിച്ചുകൊണ്ടുള്ള DNA fingerprinting ഇഫക്റ്റീവ് ആണെങ്കിൽ പോലും അതിന് കുറച്ചധികം ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റെസ്ട്രിക്ഷൻ ഡൈജഷൻ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താ ഉണ്ടാവണേ? നമുക്ക് സാമ്പിൾ സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാമ്പിള് അവിടെ മൊത്തത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് മൊത്തത്തിൽ നമ്മൾ അവിടെ നശിപ്പിക്കുകയാണ് ചെയ്യണത്. കാരണം എന്താ? ഇറ്റ് ഇസ് ചോപ്പ് ഡൗൺ ഇൻ ടു സ്മോളർ പീസസ്. പിന്നെ നമുക്ക് നോ ലോnger വി ഡോണ്ട് ഹാവ് ദാറ്റ് സാമ്പിൾ അഗൈൻ. അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഇത് ഇഫക്റ്റീവ് ആകണമെങ്കിൽ ലാർജ് ഇനീഷ്യൽ ടെസ്റ്റ് സാമ്പിൾ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ബ്ലോട്ട് ചെയ്യുമ്പോൾ മെനി കോപ്പീസ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ക്യാൻ കോസ് ഫാൾസ് സിഗ്നൽസ്, അല്ലെങ്കിൽ ഡിറ്റക്റ്റബിൾ. ഇപ്പൊ തീരെ ചെറിയ ഫ്രാഗ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്ന സിഗ്നൽസ് തരില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒറിജിനൽ സാമ്പിളിനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുകയോ ആംപ്ലിഫൈ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. വാട്ട് എവർ ദ ഒറിജിനൽ സാമ്പിൾ വാസ്, that was subjected to restriction digestion, so we are losing the sample. So that is one problem. Then another thing is, ipo ഒരുപാട് പഴകിയ സാമ്പിൾ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇച്ചിരിയൊക്കെ ഡീഗ്രഡേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഡീഗ്രേഡഡ് ആയിട്ടുള്ള സാമ്പിളിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് RFLP വഴി കിട്ടില്ല. അപ്പോൾ എപ്പോഴും RFLP വഴിയുള്ള DNA ഫിംഗർപ്രിന്റിങ്ങിന് പ്രിഫർ ചെയ്യുക ലാർജ് സാമ്പിൾ, സ്റ്റാർട്ടിംഗ് സാമ്പിൾ. 2, അൺഡീഗ്രേഡഡ് ഇൻടാക്ട് ആയിട്ടുള്ള DNA സാമ്പിൾ ഉണ്ടാവണം. ഇതെല്ലാം ഇപ്പോഴും പോസിബിൾ ആകില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എത്രത്തോളം പഴക്കമുള്ള സാമ്പിൾ ആണോ അത്രത്തോളം DNA ഡീഗ്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ RFLP വഴിയുള്ള ഫിംഗർ പ്രിന്റിങ്ങിൽ ഫാൾസ് സിഗ്നൽസ് കിട്ടാനുള്ള ചാൻസസോ അല്ലെങ്കിൽ ലോവർ സിഗ്നൽ സ്ട്രെങ്ത് കിട്ടാനുള്ള ചാൻസസോ ഉണ്ട്. എന്താണ് ഈ ലോവർ സിഗ്നൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫാൾസ് സിഗ്നൽ എന്ന് പറയണേ? നമ്മൾ നേരത്തെ ആ ബാൻഡിങ് പാറ്റേണിൽ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ DNA ബാൻഡുകളാണ്. അപ്പോൾ ചിലപ്പോൾ എന്താണ്, തീരെ വെയ്ഗായിട്ടുള്ള ബാൻഡ്സ് ആയിരിക്കും. അപ്പൊ അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമായി പോകും. അത് ഒരു പ്രോബ്ലം ആണ്. ചിലപ്പോൾ എന്താ, ഒരെണ്ണം ഉണ്ടാവേണ്ടിയിരുന്ന സ്ഥലത്ത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ബാൻഡ്സ് ഉണ്ടാവും. കാരണം എന്താ, ഡിഗ്രേഡഡ് ആയപ്പോൾ ഒരു ബാൻഡും കൂടി കാണിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കണമെങ്കിൽ വാട്ട് ഷുഡ് വി ഡു? അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ PCR എന്ന് പറയുന്ന പോളിമറേസ് ചെയിൻ റിയാക്ഷന്റെ സഹായത്തോടു കൂടിയുള്ള DNA ഫിംഗർ പ്രിന്റിങ്ങിലേക്ക് ഇന്ന് കൂടുതലും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. PCR എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. പോളിമറേസ് ചെയിൻ റിയാക്ഷൻ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്? DNA-നെ 10 മടങ്ങ് ആംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ PCR യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ PCR ഫിംഗർ പ്രിന്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എത്ര ചെറിയ സാമ്പിൾ സൈസ് ആയിക്കോട്ടെ നമുക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ, വി ആർ നൗ ഗോയിങ് ടു ആംപ്ലിഫൈ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഉണ്ടാവണേ, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ സാമ്പിൾ ദാറ്റ് വി ഹാവ് ഗോട്ട് ഫ്രം എനി പേഴ്സൺ, എനി ക്രൈം സൈറ്റ് ഓർ എനിത്തിങ്. ഓക്കെ, അപ്പൊ ഇത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ് PCR ബേസ്ഡ് DNA ഫിംഗർ പ്രിന്റിങ്ങിൽ. രണ്ടാമത്തേതെന്ന് പറയുന്നത്, കുറച്ചൊക്കെ ഡീഗ്രേഡഡ് ആയി ഇരുന്നാലും പ്രശ്നമല്ല.
PCR വഴി നമുക്കത് ആംപ്ലിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ഇഷ്യൂ ഹിയർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ RFLP യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഓട്ടോ റേഡിയോഗ്രഫി ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം റേഡിയേഷൻസ് ആർ നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലേ. അപ്പൊ ഇവിടെ PCR ബേസ്ഡ് ഫിംഗർ പ്രിന്റിങ്ങിൽ നമുക്ക് റേഡിയോ ആക്റ്റീവ് ലേബലിങ്ങിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ പ്രോപ്സിന്റെ ആവശ്യമില്ല. അപ്പൊ അത് തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഓഫ് PCR ബേസ്ഡ് ഫിംഗർ പ്രിന്റിംഗ് ഓവർ ദ RFLP ഫിംഗർ പ്രിന്റിംഗ്. പക്ഷെ ഇവിടെയും ചില ന്യൂനതകളുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ PCR ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് PCR സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, കെമിക്കലുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, യു നീഡ് സം സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സയന്റിഫിക് നോളജ് ആൻഡ് എക്സ്പെർട്ടീസ് ടു പെർഫോം PCR. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സയന്റിഫിക് ഇൻഫർമേഷൻ നമുക്ക് നന്നായി വേണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PCR ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് ഇപ്പോഴും even though these are small disadvantages, but then still because of all the advantages that PCR offers, PCR based fingerprinting ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി PCR ബേസ്ഡ് ഫിംഗർ പ്രിന്റിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് ടാർഗറ്റ്സ് ആയിട്ട് വെക്കുന്നത് നമ്മുടെ ജീനോമിൽ. എന്താണ് ജീനോം എന്ന് പറയുന്നത്? സം ടോട്ടൽ ഓഫ് ഓൾ ദ ജീൻസ് പ്രസന്റ് ഇൻ ഓർഗാനിസം, അതിനെയാണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീനോമില് ക്രോമസോമുകളിൽ ചില ഭാഗങ്ങളിൽ ചില റിപ്പീറ്റ് സീക്വൻസസ് കാണാം. നമുക്കറിയാം DNA എന്ന് പറയുന്നത് മെയിൻലി 4 ബേസസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ, A, T, G ആൻഡ് C എന്ന് നമ്മൾ പറയണേ. ഈ A, T, G ആൻഡ് C അടുങ്ങി ഇരുന്നിട്ടാണ് നമ്മളുടെ ഹോൾ ക്രോമസോമൽ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ DNA സെഗ്മെന്റ്സ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ബട്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ATGCയില് ഏതെങ്കിലും ബേസുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മേ ബി AC എന്നുള്ള റിപ്പീറ്റീഷൻസ് ആയിരിക്കും, ചിലപ്പോൾ A എന്നുള്ള റിപ്പീറ്റീഷൻസ് ആയിരിക്കും. സോ ഏതായാലും ചില സമയത്ത് ബേസസിന്റെ നമ്പർ ഒരു 1 to 30 ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാം ഒരു പെർട്ടിക്കുലർ റീജിയനിൽ. ഈ റീജിയൻസ് ഓഫ് റെപ്പറ്റീഷൻസിനെയാണ് നമ്മൾ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് ആ ഏരിയാസ് സ്പെസിഫിക് ആയിരിക്കും ഓരോരോ സ്പീഷീസുകളിലും. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് DNA ഫിംഗർ പ്രിന്റിംഗ് വഴി. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ, ദ റിപ്പീറ്റ് റീജിയൻസിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാ ചെയ്യണേ എന്ന് നോക്കാം. ഹൗ ഡു വി ഡു ദിസ് DNA ഫിംഗർ പ്രിന്റിംഗ്? മെയിൻലി 6 steps ആണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് സാമ്പിൾ കളക്ഷൻ. സാമ്പിൾ എന്ത് ടൈപ്പ് ഓഫ് സാമ്പിൾ വേണമെങ്കിലും ആവാം, സ്മിയേഴ്സ് ആവാം, ബ്ലഡ് സാമ്പിൾസ് ആവാം, സ്കിൻ സാമ്പിൾസ് ആവാം, hair samples avam, anything. Okay, from anywhere in the body you can collect the sample. ആ സാമ്പിളിൽ നിന്നാണ് നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യുന്നത്. So that becomes the first step in DNA fingerprinting, that is isolation of DNA from whatever be the samples that you have collected. Then the second one is cutting, sizing and sorting. ഇവിടെ നമ്മൾ സ്പെഷ്യൽ എൻസൈംസ് ലൈക്ക് റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ RFLP ബേസ്ഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റിങ്ങിലാണെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ DNA സ്പെസിഫിക് സൈറ്റുകളിൽ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ ചെയ്യണേ, ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സൈസ് സെപ്പറേഷൻ ചെയ്യുന്നു. അങ്ങനെ സൈസ് സെപ്പറേറ്റ് ചെയ്തതിനെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബ്ലോട്ടിംഗ് വഴി നൈലോൺ മെംബ്രെയിനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രോബിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് DNA പ്രോബ്സ് വിച്ച് ആർ ടാഗ്ഡ് വിത്ത് ഐദർ റേഡിയോ ലേബലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ ടാഗ്സ് കൊടുത്തിട്ട് കളേർഡ് ആയിട്ടുള്ള പ്രോബ്സ് യൂസ് ചെയ്താണ് നമ്മൾ പ്രോബിങ് ചെയ്യണം, ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്. അതിനുശേഷം
ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് പ്രോബ്സ് ആണെങ്കിൽ നമ്മൾ ഓട്ടോ റേഡിയോഗ്രാഫിക്ക് വിധേയമാക്കണു. കളേർഡ് റിയാക്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻസ് പോലുള്ളതാണെങ്കിൽ അതിൻ്റെ സബ്സ്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ കളർ ഡെവലപ്പിംഗ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓട്ടോ റേഡിയോഗ്രാഫി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ ലൈക്ക് ദിസ്. DNA എവിടെയുണ്ടോ അവിടെയൊക്കെ ഗ്ലോ ചെയ്യും, പ്രോബ്സ് പോയി അറ്റാച്ച് ചെയ്യും. അപ്പോൾ പ്രോബ് റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് യു ക്യാൻ സീ ദാസ്. ഓക്കെ, ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ബാൻഡുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് ഫൈനലി we will have our fingerprints. As we saw already, there will be banding patterns like this, and these are known as your fingerprints. ഇതിനെ നമുക്ക് മൾട്ടിപ്പിൾ പ്രോബ്സ് കൊണ്ട് സൈമിൾട്ടേനിയസ്ലി നമുക്ക് ചെയ്യാം. നമ്മുടെ ഫിംഗർ പ്രിന്റ് തെറ്റിയിട്ടില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ പ്രോബ്സ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ഫിംഗർ പ്രിന്റിന് നേരത്തെ നമ്മൾ കമ്പാരിസൺസ് നടത്തിയതുപോലെ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനുള്ള ഉത്തരം കണ്ടെത്താനായിട്ടാവും. So this is the basic steps in DNA fingerprinting. ഇനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് DNA fingerprinting പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ എന്താണ്, ഫോറൻസിക്സിൽ നമുക്ക് ക്രിമിനൽസിനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ വിക്ടിംസിനെ കണ്ടെത്താനായിട്ട് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വേർ ദിസ് DNA fingerprinting is nowadays being utilized is paternity and maternity testing. അപ്പോൾ ഒരാള് ബയോളജിക്കൽ പാരൻസിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ബയോളജിക്കൽ പാരന്റ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ DNA fingerprinting ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കുട്ടിയുടെ അച്ഛനെയും അമ്മയും തിരിച്ചറിയണം. സോ ദ ബേസിക് പ്രിൻസിപ്പിൾ ദാറ്റ് വർക്ക്സ് ബിഹൈൻഡ് ദിസ് ദാറ്റ് വി ഓൾ നോ ദാറ്റ് male gamete fuses with the female gamete to form the zygote. Zygote develops into embryo and the embryo develops into a baby. Okay, അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? half the number of chromosomes comes from the father and half the number of chromosomes comes from the mother. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സൺ ഇൻഹെറിറ്റ് ചെയ്യുന്ന വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സിൽ പകുതി എവിടെ നിന്ന് വരും? അച്ഛനിൽ നിന്നും പകുതി അമ്മയിൽ നിന്നും വരും. അപ്പോൾ ഒരു ബേബിയുടെ ഫിംഗർ പ്രിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ഓഫ് ദ ബാൻഡ്സ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ മദർ ആൻഡ് ഹാഫ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ഫാദർ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പാരൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സിൽ അച്ഛൻ ആര് എന്നുള്ള കേസസിലൊക്കെ അല്ലെങ്കിൽ കുട്ടികൾ മാറിപ്പോകുന്ന കേസസിലൊക്കെ നമുക്ക് പാരൻസിനെ കണ്ടെത്താനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ DNA fingerprinting ആണ്. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യണമെന്നുള്ളത് വി വിൽ സീ എ ലിറ്റിൽ ലേറ്റർ. പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ട് DNA fingerprinting നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിമിനൽ ഐഡന്റിഫിക്കേഷൻസിലും ഫോറൻസിക്സിലുമാണ്. അതാണ് ഞങ്ങൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹൗ a sample that is collected from the crime site is being utilized to identify the suspects or the victims. Okay, so that is one thing. പിന്നുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഓഫ് DNA fingerprinting എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, കുംഭമേളയ്ക്ക് പോയിട്ട് കുട്ടീനെ കാണാണ്ടാവുക, കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുക, അപ്പോൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ മൂവീസിലൊക്കെ സാധാരണ എങ്ങനെയാ, എന്തെങ്കിലും ഒരു ലോക്കറ്റ് ഇട്ടിട്ടുണ്ടാവും, അത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മറുക് ഉണ്ടാവും, അത് വെച്ചിട്ടൊക്കെയാണ് കണ്ടുപിടിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനൊന്നും ആരും വെയിറ്റ് ചെയ്യാറില്ല. മറുകുണ്ടോ അല്ലെങ്കിൽ ലോക്കറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കില്ല. അതിന് പകരം എന്താ നോക്കണേ? DNA fingerprinting നോക്കും. അപ്പോൾ പ്രോബബിൾ ആയിട്ടുള്ള പാരൻസ് അല്ലെങ്കിൽ സിബ്ലിങ്സ്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫിംഗർ പ്രിന്റുമായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റിനെ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നടത്താവുന്നതാണ്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ ഒരു കലാമിറ്റി, ഒരു എർത്ത്ക്വേക്ക് നടന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ മേജർ ആയിട്ടുള്ള ആക്സിഡൻസ് ഒക്കെ ആണെങ്കിൽ മേ ബി ദ ഡെഡ് ബോഡി ഈസ് മ്യൂട്ടിലേറ്റഡ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ ബോഡി വികൃതമായിട്ടുണ്ടാകാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ബോഡി ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും?
അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് ജീർണാവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് നമുക്ക് ഇതിനെ കിട്ടുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് വരുമ്പോൾ DNA fingerprinting ധാരാളമായി ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടു ഐഡന്റിഫൈ ദ ബോഡീസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിമെയിൻസിനെ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, 2010 അല്ലെ, ആ സമയത്ത് മാംഗ്ലൂരിൽ ഒരു ബിഗ് എയർക്രാഫ്റ്റ് ക്രാഷ് നടന്നു. ഇപ്പൊ നമ്മുടെ കണ്ണൂർ നടന്നതുപോലെ അല്ല, മാംഗ്ലൂരിലുള്ള ക്രാഷ് നടന്നപ്പോഴത്തേക്ക് all the passengers were unfortunately died, they all died. അപ്പോൾ അങ്ങനെയുള്ളതില് കുറെ ബോഡീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, പക്ഷെ മറ്റു കുറെ ബോഡീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ DNA based ഐഡന്റിഫിക്കേഷൻ ആണ് വിക്ടിംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. യു ക്യാൻ സീ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സെർച്ച് ഫോർ ദിസ്. കറന്റ് സയൻസ് എന്ന് പറയുന്ന ജേർണലിലാണ് 2010 ഓഗസ്റ്റിൽ it was published, the whole process, how they did DNA fingerprinting, how they identified the victims in the Mangalore air crash എന്നൊക്കെ പറഞ്ഞ് ബ്യൂട്ടിഫുൾ ആയിട്ട് the whole process how it was done എന്നുള്ളത് അതിനകത്ത് ഡിപ്പിക്ട് ചെയ്തിട്ടുണ്ട്. then again നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറൻസിക്സിൽ ഹ്യൂമൻ റിമെയിൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഡെന്റൽ DNA fingerprinting, അതായത് നമ്മുടെ പല്ലിന്റെ ആ മോണയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന DNA വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഡെന്റൽ പൾപ്പ്, ഡെന്റിൻ, ഇനാമൽ, ഇതൊക്കെ റിലയബിൾ ആയിട്ടുള്ള ഫോറൻസിക് സയൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാമ്പിൾസ് ആണെന്നാണ് പറയുന്നത്. ഈ പേപ്പറിൽ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഡെന്റൽ DNA fingerprinting വഴി ഹ്യൂമൻ റിമെയിൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. സോ ഇഫ് എനിവൺ ഈസ് ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ. ഈ പേപ്പർ റിവ്യൂ ആർട്ടിക്കിൾ ആണ്. യു വിൽ ഗെറ്റ് to know how exactly DNA fingerprinting is being used. So personal identification വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ഓഫ് ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ആണ്. അതായത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്തു പോകുന്ന ചില ജനറ്റിക് ഡിസീസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിസ്റ്റിക് ഫൈബ്രോസിസ്, ഹിമോഫീലിയ, ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ മാത്രം ഇങ്ങനെ റെക്കർ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. സിക്കിൾ സെൽ അനീമിയ, അങ്ങനെയുള്ള ചില ഡിസീസസ് ഉണ്ട്. ഈ ഡിസീസസ് ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അത് നമുക്ക് നേരത്തെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതായത് പ്രീനേറ്റൽ, ബിഫോർ ദ ബേബി ഈസ് ബോൺ, വെൻ ദ ബേബി ഈസ് സ്റ്റിൽ ഇൻസൈഡ് ദ മദേഴ്സ് വൂംബ്, അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ന്യൂ ബോൺസിൽ സൂൺ ആഫ്റ്റർ ദ ബേബി ഈസ് ബോൺ ഓൾസോ വി ക്യാൻ ചെക്ക് ഫോർ ദീസ് ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൺബോൺ ബേബീസിലൊക്കെയാണ് ഏർലിയർ ഇൻ ദ പ്രഗ്നൻസി ആണ് നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ മേ ബി there will be some corrective options. വളരെ തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസസിലാണെങ്കിൽ മേ ബി ഡോക്ടേഴ്സ് വിൽ സജസ്റ്റ് അബോർഷൻ. So that all depends on how you look into these matters. But only thing is that we will be able to identify whether such a disease is there or not earlier on, and then we can do appropriate measures. Okay. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു ഉപയോഗം DNA fingerprinting വഴി എന്ന് പറയുന്നത്, by studying the DNA fingerprint of relatives who have a history of a particular disorder, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ DNA പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് ആ ഡിസീസ് വരാനുള്ള ചാൻസസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുവഴി തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് ക്യൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി നേരത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ കേസിൽ എത്രയും നേരത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നോ അത്രയും നേരത്തെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ക്യൂറിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഈ പറയുന്ന DNA fingerprints can help you. മാർക്കേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. These can help us identify such cases. Okay. നമ്മൾ ഇനി ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. How DNA profiling അല്ലെങ്കിൽ DNA fingerprinting can be used in various situations എന്നുള്ളത്. അപ്പോൾ ഇത്ര വരെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. DNA fingerprinting എന്ന് പറയുന്നത് DNA സാമ്പിളിൽ നിന്ന് എടുക്കുന്ന മാർക്കേഴ്സിന്റെ ബേസിസിൽ നമ്മൾ
ഒരാളെ തിരിച്ചറിയുക. അതാണ് മെയിനായിട്ട് DNA ഫിംഗർപ്രിന്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ DNA ഫിംഗർപ്രിന്റിംഗ് 2 മെക്കാനിസംസ് യൂസ് ചെയ്താണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് റെസ്ട്രിക്ഷൻ, ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം എന്നുള്ള മോളിക്കുലർ മാർക്കർ ടെക്നോളജി. 2 പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ സഹായത്തോടു കൂടി നമ്മുടെ ക്രോമസോമുകളിലുള്ള വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ബേസ് സീക്വൻസസിന്റെ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ DNA ഫിംഗർപ്രിന്റിംഗ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ഏരിയാസിൽ ഈ DNA ഫിംഗർപ്രിന്റിങ്ങിന്റെ ഉപയോഗമുണ്ട്. ഫോറൻസിക്സിൽ ക്രിമിനൽസിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ക്രൈം സോൾവ് ചെയ്യാൻ മാത്രമല്ല, പെറ്റേണിറ്റി ഇഷ്യൂസ് സോൾവ് ചെയ്യുക, നമുക്ക് പിന്നെന്താ പറയുക, പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഡിസീസസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അതിന്റെ ക്യൂർ കണ്ടെത്താനായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് നമുക്ക് DNA ഫിംഗർപ്രിന്റിംഗ് യൂസ് ചെയ്യാം. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. So here we have a situation where a violent murder has taken place. ഫോറൻസിക് ടീം ആ ക്രൈം സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് കുറേ ബ്ലഡ് സാമ്പിൾസ് അവർക്ക് കിട്ടി. ആ ബ്ലഡ് സാമ്പിൾസ് അവർ കളക്ട് ചെയ്തിട്ട് വാട്ട് ദേ ഡിഡ് വാസ് ദേ മെയ്ഡ് എ ഫിംഗർ പ്രിന്റ്. അവർക്ക് എന്നിട്ട് അറിയേണ്ടുന്നത്, അപ്പോൾ ആ ഏരിയയിൽ നിന്ന് സാഹചര്യ തെളിവുകൾക്ക് അനുസൃതമായിട്ട് അവർക്കൊരു സസ്പെക്റ്റിനെയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ആ സസ്പെക്ട് അവിടെ ഉണ്ടായിരുന്നോ, ക്രൈം നടക്കുന്ന സമയത്ത് വാസ് ദാറ്റ് സസ്പെക്ട് ദെയർ ഓർ നോട്ട്, ആൻഡ് വാസ് ദാറ്റ് സസ്പെക്ട് ദ കറക്റ്റ് ക്രിമിനൽ. ഇതൊക്കെയാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം യൂസിങ് DNA ഫിംഗർപ്രിന്റിംഗ്. So here are the profiles of DNA which was taken from the samples collected from the crime site. Murder നടന്ന സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള 3 ബ്ലഡ് സാമ്പിൾസ് ആണ്. അതില് ഒന്ന് സസ്പെക്റ്റിന്റെ പ്രൊഫൈലാണ്. അപ്പൊ ആരെയാണോ നമ്മൾ സസ്പെക്റ്റ് ആയിട്ട് വെച്ചേക്കുന്നത് ആ സസ്പെക്റ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾസിൽ നിന്നുള്ള പ്രൊഫൈലാണിത്. And this is a sample of blood collected from the crime scene, and this is the victim's profile. ഇനി നിങ്ങൾ തന്നെ ഒന്ന് വളരെ ശ്രദ്ധാപൂർവം ഇതിന്റെ ബാൻഡിങ് പാറ്റേൺ, ഈ ഓരോ കാണുന്ന ഇതിനെയാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഹോൾ പാറ്റേൺ ഇസ് നോൺ ആസ് എ ബാൻഡിങ് പാറ്റേൺ. ബാൻഡിങ് പാറ്റേൺ വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ക്രൈം സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബ്ലഡ് സാമ്പിൾ എന്ന് പറയുന്നത് വിക്ടിമിന്റെ ആണോ സസ്പെക്റ്റിന്റെ ആണോ എന്നുള്ളത്. നിങ്ങൾ ഇവിടെ നോക്കൂ, ഓരോരോ ബാൻഡിങ് പാറ്റേൺ. ദിസ് ഈസ് ദ ഫസ്റ്റ് ബാൻഡ് that is seen in the blood sample from the crime scene. But there is, if you check, സസ്പെക്റ്റിൻ്റെതിലും ഉണ്ട് അങ്ങനെ ഒരു ബാൻഡ്, വിക്ടിമിൻ്റെതിലും ഉണ്ട് അങ്ങനെ ഒരു ബാൻഡ്. Now you go check for the second band. Okay, ഈ ബാൻഡ് എന്ന് പറയുന്നത് it is not seen in the profile of the victim, but it is seen in the profile of the suspect. The third band, there is no such band at all anywhere near in the victim's profile, but it is there in the suspect. അങ്ങനെ ബാക്കി എല്ലാം നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ബ്ലഡ് സാമ്പിൾ ദാറ്റ് വി ഗോട്ട് ഫ്രം ദ ക്രൈം സീൻ ഡസ് നോട്ട് ബിലോങ് ടു ദ വിക്ടിം. കാരണം എന്താ, വിക്ടിമിന്റെ DNA ബാൻഡിങ് പാറ്റേൺ ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ബ്ലഡ് സാമ്പിൾ ദാറ്റ് വി ഗോട്ട് ഫ്രം ദ ക്രൈം സീൻ. അറ്റ് ദ സെയിം ടൈം this blood DNA profile is so very similar to that of the profile of the suspect. ഇപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ആ സംശയം നമുക്ക് ഒന്നും കൂടെ ദൃഢപ്പെടുകയാണ്, that we now know that the suspect was actually present in the scene of the crime. But still ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, we do not know whether the suspect actually committed the crime. അവിടെ ആ സൈറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, but this alone does not prove whether the suspect actually is a murderer. അതിന് ബാക്കിയുള്ള സാഹചര്യ തെളിവുകളോ ദൃക്സാക്ഷി വിവരണങ്ങളോ ഒക്കെ ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, this person was there at the crime site എന്നുള്ളത്. Okay, so this could be one of the evidences, okay, that will ultimately lead to solving the crime. And the second case where we are extensively using DNA fingerprinting is in paternity test. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, the science behind this is
half the number of chromosome comes from the mother and half the set comes from the father. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ബയോളജിക്കൽ ഫാദർ ആര് അല്ലെങ്കിൽ മദർ ആര് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ലെറ്റ്സ് ചെക്ക് ഔട്ട് എ സിനേറിയോ. Here again, you have got the profile of mother, profile of the child, and profile of a man. And this man, we do not know whether he is a biological father of the child or not. So now we want to know whether this man is actually the biological father of the child or not. How do we do this? Again, we will compare the banding patterns of the child with that of his mother and the person who we do not know whether he is a father or not. We are going to check now. So see, the first band in the child, it is there in the mother as well as in the father or the man. Then the second one, the child has inherited from the mother. Okay. And look at the third band. The third band is not in the mother. So everything from the father. Now check the profile of the man. Yes, there is a band similar to that. Now you go check for the fourth band in the child. It is not there in the mother. That means it should have come from the father. Now see whether the man is having the same band. Okay, here it is. It is there. Now look at the other one. This is from the mother because the mother is also having the similar band. But it is not in the father. That means this band the child inherited from the mother. And what about the last band that the child is having? Mother is not having a band similar to that. In that case, this band should have come from the father. So look at the banding pattern of the man and see if that is present. Yes, it is present. So this man could be a probable father. Okay. So that's it. കാരണം ഇതിൻ്റെ ഇടയിലുള്ളത് എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തുകൊള്ളണമെന്നില്ല. Only thing is half the band should come from the father and half should come from the mother. So here you can see exactly half the number of bands are obtained from that of the man. That is the banding pattern is shown here. That means this man could be the biological father of the child. Okay, so this is how we tackle or solve the such cases of paternity issues. Now, two men are claiming that this child is mine. So can you just look at the banding pattern very closely and find out who is the father of the child? The first banding pattern is that of the mother. You can see M. Second banding pattern is that of the child. The third one is a probable father, father 1. And the second one is probable father 2. Okay, these two men are claiming that this child is his child. So now we want to know who is the actual biological father. Now very keenly observe the bands in the child and see with whose pattern the child's bands are more similar. The first band you can see very clearly, it comes from the mother. Second band, now it is not there in the mother, so it should have come from the father. So go check for the band in F1 and F2. F1 is not having a band over here, but F2 is having. So one band. Then the next band in the child, it is coming from the mother. It's fine. Then the next band, you can look out, only a very feeble band is here. It cannot, you can just ignore that. But is it there in F1? No, it is not. But at the same time, F2 is having a band similar to that. Likewise, the next band, it's not from the mother, so it has to come from the father. This person is not having that band. At the same time, this person is having the band. So by looking at one step down the sign, see this is not here, but it is here. This is okay, it's there in all. You can ignore it because it is here also, here also. Then this is a very feeble band, mother, everybody is having, so that we can ignore.
So likewise, if you take a very keen look at all these banding patterns, we can see that F1 father may not be the biological father of the child because his banding pattern is almost different. It's almost different from that of the child's profile. But at the same time, the person F2 who is claiming to be the father has got a similar banding pattern to that of the child, and hence we could say that F2 could be the correct biological father of the child and not F1. So now you can give the child to F2. All right. So F2 is a biological father. So this is how you solve such cases using DNA fingerprinting. Isn't it interesting? Now we will check out how this DNA fingerprinting is used to do disease prognosis or to detect the genetic disorders that we discussed earlier, like sickle cell anemia, hemophilia, or thalassemia, and so on. So here we take the case study of sickle cell anemia. So sickle cell gene is what we are looking for. How does the sickle cell anemia happen? It is a result of a change in the 6th amino acid of the beta globin chain of hemoglobin. And 6th amino acid, specifically glutamic acid, varendana സ്ഥലത്ത് valine ആണ് വരുന്നത് because of a slight change in the sequence, DNA sequence. അതെന്തുകൊണ്ടാ വരണേ? The result is from a change in the nucleotide. A ഇരിക്കേണ്ട സ്ഥലത്ത് T വന്നിരിക്കുമ്പോൾ, നമ്മൾ ജനറ്റിക് കോഡ് പഠിച്ച് ട്രിപ്ലറ്റ് കോഡോൺസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ് കോഡിങ് കോഡോൺസ് ആന്റി കോഡോൺസിന്റെ ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ ഒരു വ്യത്യാസം വന്നാൽ അത് കോഡോണിനെ ബാധിക്കും. കോഡോൺ മാറിയാൽ ആന്റി കോഡോൺ മാറും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോട്ടീന് അൾട്ടിമേറ്റ്ലി മാറും. അതായത് നമുക്ക് കിട്ടുന്ന ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ നമുക്ക് മാറും. അപ്പോ ഇത് എയും ടിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്ക് സ്പെസിഫിക് സൈറ്റ് ഉണ്ട്. ആ സൈറ്റുകളിൽ മാത്രമേ ഈ എൻസൈമുകൾക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോ എ ഇരിക്കേണ്ടടുത്ത് ടി വന്നിരിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? ചില സമയത്ത് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി മാറും, അല്ലെങ്കിൽ അവരുടെ റെസ്ട്രിക്ഷൻ സൈറ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ നോർമലി അത് കട്ട് ചെയ്യേണ്ടിരുന്ന സ്ഥലത്തല്ല അത് കട്ട് ചെയ്യുക, മറ്റെവിടെയെങ്കിലും ആയിരിക്കും അത് പോയി കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫ്രാഗ്മെന്റുകളുടെ ലെങ്ത്തിൽ വ്യത്യാസം വരും. അത് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വെദർ ദർ ഇസ് എ ഡിസീസ് ഓർ നോട്ട് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഈ പടത്തിൽ നോക്കുകയാണെങ്കിൽ അറിയാം, DDE1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്. അതിന് ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ സൈറ്റും ഉണ്ടായിരിക്കും, ഒരു സ്പെസിഫിക് സൈറ്റ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ സൈറ്റ് ഉണ്ടാവും. ഇപ്പൊ നോർമൽ കേസസിലാണെങ്കിൽ, സോ ദിസ് ഇസ് എ നോർമൽ അലീൽ, ഓക്കെ, നോർമൽ കേസസിലാണെങ്കിൽ ഈ DDE1 എന്ന് പറയുന്നത് 3 ഡിഫറെന്റ് ഏരിയാസിലാണ് അത് പോയി കട്ട് ചെയ്യുക. അതായത് ഈ 3 ഏരിയാസിലാണ് അതിന്റെ റെക്കഗ്നിഷൻ സൈറ്റുകൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോ ദിസ് ഇസ് യുവർ ജീൻ, ഓക്കെ, ദിസ് ഇസ് യുവർ ബീറ്റാ ഗ്ലോബിൻ ജീൻ വിച്ച് ഇസ് പ്രിന്റഡ് ഇൻ പിങ്ക് കളർ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള 3 സ്ഥലങ്ങളിൽ ഇത് പോയി കട്ട് ചെയ്യുമ്പോൾ യു ക്യാൻ ലുക്ക് അറ്റ് ദ ലെങ്ത് ഓഫ് ദ DNA ഫ്രാഗ്മെന്റ്സ്, ഓക്കെ. ബട്ട് when there is a change in the DNA sequence from A to T, change in the recognition site will happen. അതുകൊണ്ട് എന്ത് പറ്റിയത്? ഇവിടെ 175 ബേസ് പെയർ കഴിഞ്ഞപ്പോൾ വരേണ്ടിയിരുന്ന ഈ റെസ്ട്രിക്ഷൻ സൈറ്റ് ഇവിടെ ഇല്ലാണ്ടായി. അപ്പൊ എന്താ ഉണ്ടായ? ഇവിടെ ഒരു ബിഗ് ആയിട്ടുള്ള ബാൻഡാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിനെയാണ് നമ്മൾ സൈസ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബിഗ് ബാൻഡ് 376 KB ഉള്ള ഒരു ബിഗ് ബാൻഡ് മാത്രം നമുക്ക് കിട്ടുള്ളൂ. നോർമൽ കേസ് ആയിരുന്നെങ്കിൽ നമുക്ക് 2 ബാൻഡുകൾ കിട്ടണമായിരുന്നു അല്ലെ? 175 ബേസ് പെയർസും 201 ബേസ് പെയറും ഉള്ള 2 സെഗ്മെന്റ്സ് ആണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ജെൽ പാറ്റേൺ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദർ ഇസ് സം ചേഞ്ച് ഹിയർ, ബീറ്റാ ഗ്ലോബിൻ ജീനിന് അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ the person could have sickle cell anemia എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിന് ഏർലിയർ ഓൺ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്.
ഇനി ഈ DNA fingerprinting യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ക്രൈമുകൾ പിന്നെ എന്താ പറയുക സോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ സം ഓഫ് ദ ഏർലിയർ വൺസ്, തുടക്കകാലങ്ങളിലുള്ള ഫേമസ് ആയിട്ടുള്ള കേസസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇസ് ലൈക്ക് ഒരു ചൈൽഡ്, ഈ എലിസബത്ത് ഹേർലി എന്ന് പറയുന്നത്, ഷീ വാസ് എ ഫേമസ് പേഴ്സണാലിറ്റി. അപ്പോൾ അവരുടെ എന്താ പറയുക ചൈൽഡിന്റെ ഫാദർ ആര് എന്നുള്ള ചോദ്യം ഉണ്ടായപ്പോൾ DNA പ്രൊഫൈലിംഗ് യൂസ് ചെയ്തിട്ടാണ് അത് സോൾവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ criminal, first criminal was ever caught based on DNA fingerprinting evidence എന്ന് പറയുന്നത് കോളിൻ പിച്ച്ഫോക്ക് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. മൾട്ടിപ്പിൾ റേപ്സ് ചെയ്ത് ഗേൾസിനെ മർഡർ ചെയ്യുക എന്നുള്ള ഒരു കുറ്റത്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 1986 അറസ്റ്റ് ചെയ്തത്. 1988 DNA fingerprinting വഴി അദ്ദേഹത്തിന്റെ ക്രൈം പ്രൂവ് ചെയ്യപ്പെട്ടു ആൻഡ് ഹി വാസ് സെന്റൻസ്ഡ് ഇൻ 1988. ഓക്കെ. ആൻഡ് ദെൻ അഗൈൻ ഇത് മാത്രമല്ല, നമ്മളെപ്പോഴും ക്രിമിനൽസിനെ കോൺവിക്ട് ചെയ്യാന്നുള്ള മാത്രമല്ല, ചില സമയത്ത് എന്താ തിരിച്ചും വരാം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ OJ സിംസൺ എന്ന് പറയുന്ന ആളെ ഡബിൾ മർഡറിന് വേണ്ടിയിട്ട് അയാളെ കോൺവിക്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ DNA എവിഡൻസ് വെച്ചിട്ട് ഹി വാസ് ക്ലിയർഡ് ഓഫ് ഹിസ് ചാർജസ്, അതായത് നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. അപ്പോൾ ഗുഡ് സൈഡിന് വേണ്ടിയിട്ടും ബാഡ് സൈഡിന് വേണ്ടി, അതായത് ക്രിമിനൽ ആണെന്ന് തെളിയിക്കാനും ക്രിമിനൽ അല്ല എന്ന് തെളിയിക്കാനും ഒക്കെ നമുക്ക് DNA ഫിംഗർപ്രിന്റിങ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. RFLP എന്താണെന്ന് അറിയണം. PCR ബേസ്ഡ് ഫിംഗർ പ്രിന്റിങ്ങിന് VNTR, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്, അല്ലെങ്കിൽ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് STR, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എവിടെയൊക്കെയാണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിങ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് DNA ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്തുകൊണ്ട് പെറ്റേണിറ്റി കേസസ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്രൈം സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് DNA ഫിംഗർ പ്രിന്റിങ്. So thanks for listening.